ഒരു പ്രതീക്ഷയില്ലാതെ പോയൊരു സിനിമാറ്റിക് ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് എന്ന എങ്ങനെയിരിക്കും നമ്മളെ ഇന്ദ്രൻ സേട്ടൻ്റെ ആശാ സിനിമയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹായ് ബിനിലാണ്. സൗദി ഫിലിം ഫെസ്റ്റിവൽ വീക്കിന്റെ ഭാഗമായി എംപയർ സിനിമാസിൽ നമ്മളും കാണാൻ പോയി 20 റിയാലിന് സിനിമ. കോബർ അൽ റാഷിദ് മാളിൽ രാത്രി 10 മണിക്കത്തെ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ ഗപ്പി, അമ്പിളി എന്നീ സിനിമകൾക്ക് ശേഷം ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് ആശാൻ. സിനിമ സ്വപ്നം കണ്ട് കിടക്കുന്ന അനന്തരാമൻ എന്ന ചെറുപ്പക്കാരൻ്റെയും അതേപോലെ സിനിമാ മോഹം ഉള്ളിലൊതുക്കി സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്ന് ചിന്തിച്ച് കിടക്കുന്ന ഫ്ലാറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ആശാന്റെയും കഥയാണ് ആശാൻ സിനിമ നമ്മളോട് പറയുന്നത്. സിനിമ സ്വപ്നം കണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ റോൾ അവതരിപ്പിച്ച ജോമോൻ ജോദറാണ്. യാദൃച്ഛികമായ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ കിട്ടുന്ന അവസരവും തന്റെ ജീവിതത്തിലെ കയറ്റിറങ്ങുകളും വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ ജോമോൻ ജോദറിന് സാധിച്ചിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ഇന്ദ്രൻ സേന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ക്യാരക്ടർ റോളിൽ തുടങ്ങി ഹോം ഉൾപ്പെടെ മികച്ച സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു സിനിമയായി നമുക്ക് ഈ ആശാൻ സിനിമയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഫ്ലാറ്റുകാരുടെ സ്വന്തം ആശാനിൽ തുടങ്ങി സിനിമയിലെ കഥാപാത്രത്തിലേക്കുള്ള മാറ്റവുമൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇന്ദ്രൻ സേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷമ്മി തിലകൻ, ബിപിൻ പെരുമ്പള്ളി എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മികച്ച സോങ്സും പശ്ചാത്തല സംഗീതമെല്ലാം സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഹാഫ് നല്ല തമാശയൊക്കെ സിനിമ നിറഞ്ഞപ്പോൾ ചില ഭാഗങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയേ കൊള്ളാമെന്ന് തോന്നി. പക്ഷെ ആ സിനിമയുടെ ഫീൽ ഗുഡ് എക്സ്പീരിയൻസിനെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന നിലയിലും മികച്ച ഒരു സിനിമാറ്റോഗ്രാഫി എന്ന നിലയിലും ഇന്ദ്രൻ സേട്ടിനെയും ജോമോൻ ജോദറിന്റെയും മികച്ച അഭിനയം എന്ന നിലയിലും ജോൺ പോൾ ജോർജിന്റെ മികച്ച സംവിധാനം എന്ന നിലയിലും തീർച്ചയായും ടിക്കറ്റ് എടുക്കാവുന്ന വൺ ടൈം വാച്ച് ഓൺ മൂവി തന്നെയാണ് ആശാൻ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. സീ യു, ബൈ.